കഴിഞ്ഞ 1.5 വർഷങ്ങളായി ഞാൻ വെയ്റ്റ് ട്രെയിനിങ് സെക്ഷൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് വെയ്റ്റ് ട്രെയിനിങ് സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പനി വന്നതാണ് കാരണം. ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഹെൽത്ത് ഇഷ്യൂസ്. ഇന്ന് ഞാൻ ഒരുവിധം റിക്കവർ ആയിട്ടുണ്ട്. ഫൈനലി ഡോക്ടറിൻ്റെ പെർമിഷനോടെ ഞാൻ എൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. എല്ലാവരുടെയും ബെസ്റ്റ് ട്രെയിനിങ് ഡേ എന്ന് പറയുന്നത് ചെസ്റ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെയും ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ ലെഗ് ഡേ ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ജിം ടൈമിംഗ് കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെയാണ് ഇപ്പോൾ ഞാൻ ട്രെയിനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ജിമ്മിലെത്തി ബേസിക് വാം സെക്ഷനെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. സ്പെഷ്യലി ബോഡി വെയ്റ്റ് എക്സസൈസിൽ തന്നെ ഞാൻ എൻ്റെ ഗ്ലൂട്ട് ആക്ടിവേഷനും ക്വാഡ്സ് ആക്ടിവേഷനും ഫോളോ ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ വാം സെറ്റാണ് ഫോളോ ചെയ്തത്. വാം സെറ്റിന് വേണ്ടി ലെഗ് എക്സ്റ്റൻഷൻ്റെ 2 സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ 2 സെറ്റിൻ്റെ മെയിൻ വർക്കിംഗ് സെറ്റ് ചെയ്തു. ലെഗ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഹാംസ്ട്രിങ്ങിന് വേണ്ടി RDLൻ്റെ 2 സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. ലെഗ് കള്ളിൻ്റെ സിംഗിൾ ലെഗിൽ ഓരോ സെറ്റും പെർഫോം ചെയ്തു. എൻ്റെ ലെഫ്റ്റ് ലെഗിൽ ഹാംസ്ട്രിങ് കുറച്ച് വീക്കാണ്. അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ സിംഗിൾ ലെഗിൽ പെർഫോം ചെയ്യുന്നത്. ഹാംസ്ട്രിങ്ങിനെ ഫോക്കസ് ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ ഹിപ്പ് അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ടാർഗറ്റ് ചെയ്തു. അതിനുശേഷം ഫൈനലി ക്വാഡ്സിന് വേണ്ടി ഞാൻ ബൾഗറിയൻ സ്പ്ലിറ്റിൻ്റെ 2 എക്സസൈസ് കൂടി ഫോളോ ചെയ്തു. ഗേസ്, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്, പനി വന്നതിന് ശേഷമാണ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഓരോ സെറ്റിന് ശേഷവും എനിക്ക് നല്ല റിക്കവറി എടുക്കേണ്ടി വന്നു. ലൈറ്റായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുൻപ് എത്രയാണോ വർക്കിംഗ് സെറ്റ് അതിൽ നിന്ന് 20-30% വെയിറ്റ് ഡ്രോപ്പ് ചെയ്യണമെന്ന്. അതിനനുസരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ വർക്കിംഗ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത്